നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കായ ഹാപ്പി ലാൻഡിൽ അല്പസമയം മുമ്പാണ് വലിയൊരു അപകടം നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു റൈഡ് പൊട്ടി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എത്ര പേർക്കാണ് യഥാർത്ഥത്തിൽ പരിക്കേറ്റത് എന്ന കൃത്യമായ വിവരങ്ങളില്ല. പക്ഷേ 30ഓളം പേരെ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം. ഇവർക്ക് പലർക്കും തലയിലടക്കം പരിക്കേറ്റ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 5 പേർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകളുണ്ട്. ഈ റൈഡ് പൊട്ടി വീണപ്പോൾ അതിന് താഴെ നിന്നിരുന്നവർ അടിയിൽപ്പെട്ടു പോയവരുണ്ട്. അവർക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റിയിരിക്കുന്നത്. റൈഡിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കുകളുണ്ട്. എന്തായാലും 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. ഈ ഹാപ്പി ലാൻഡിനെ കുറിച്ച് ഇപ്പോൾ വലിയ ആരോപണങ്ങൾ ഉയരുകയാണ്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്ത് പ്രവർത്തിക്കുന്ന ഹാപ്പി ലാൻഡിൽ നിരവധി സന്ദർശകർ എത്തുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. 800 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ഇപ്പോൾ അവധിക്കാലം കൂടിയായതിനാൽ നിരവധി ആളുകൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തുന്നുണ്ട്. ഇതിലേറെയും കുട്ടികളാണ്. അതായത് ഈ അവധിക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷകൾക്കൊക്കെ ശേഷം നിരവധി സ്കൂളുകളിൽ നിന്നും പഠനയാത്രകളും വിനോദയാത്രകളുമൊക്കെ സംഘടിപ്പിക്കുന്ന സമയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും, ഗ്രാമീണ മേഖലയിൽ നിന്നും, അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിന്നുമൊക്കെയുള്ള ചെറുതും വലുതുമായ സ്കൂളുകളിൽ നിന്നും വിനോദയാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കൂടിയാണ് ഹാപ്പി ലാൻഡ്. 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും വന്നു പോകുന്നത്. ഇവരിൽ ഭൂരിഭാഗവും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രകളാണ്. അത്തരത്തിലുള്ള വിനോദയാത്രകളൊക്കെ അവസാനിച്ച് ഇപ്പോൾ അവധിക്കാലത്ത് കുട്ടികൾ രക്ഷിതാക്കളോടും മറ്റും വീണ്ടും ഈ ഹാപ്പി ലാൻഡ് പോലെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തുക പതിവാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും, അതായത് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന, തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ പറയുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ഈ വിനോദയാത്രയായി എത്താറുണ്ട്. ഇങ്ങനെയുള്ള ഒരു പാർക്കിനാണ് ഇന്ന് അപകടം സംഭവിച്ചത്. ആശങ്കാജനകമാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്തരം റെയ്ഡുകളിൽ വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് സാധാരണക്കാരായ ആളുകൾ ടിക്കറ്റ് എടുത്ത് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തുന്നത്. അവിടെ ഇങ്ങനെയൊരു അപകടം പതിയിരിപ്പുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അത്രമാത്രം സുരക്ഷാ പരിശോധനകളെല്ലാം അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. മാനേജ്മെൻറ്റ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അവിടുത്തെ അധികൃതർ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും ഇവിടുത്തെ സന്ദർശകർക്ക് ഉണ്ടാവുകയില്ല. കാരണം ഇത്തരം അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ വിശ്വാസത്തിലാണ് സാധാരണക്കാരായ ആളുകൾ ഇത്തരം അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തുന്നത്. എന്നാൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന അപകടം ഏറെ ആശങ്കാജനകമാണ്. അതായത് അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ റെയ്ഡ് വെൽഡ് ചെയ്ത് നിർത്തിയിരുന്ന ആ ഭാഗം വെൽഡിംഗ് പൊട്ടിയാണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അത് തീർത്തും സ്വാഭാവികമായ ഒരു കാര്യമല്ല. അങ്ങേയറ്റത്തെ അനാസ്ഥ, ആരും തിരിഞ്ഞു നോക്കാത്ത അനാസ്ഥ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, ഇതെല്ലാം വളരെയധികം വ്യക്തമാക്കുന്ന അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന് ശേഷം ചില തദ്ദേശവാസികൾ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളിൽ പറയുന്നതാകട്ടെ ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് ഈ ഹാപ്പി ലാൻഡിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇവിടെയുള്ള റെയ്ഡുകൾക്ക് ഒരു നിലവാരവുമില്ല എന്നുള്ളതാണ്. ഈ റെയ്ഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻറ്റുകൾക്ക് യാതൊരു നിലവാരവുമില്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീണ് ആളുകൾ മരിച്ചേക്കാം എന്നൊരവസ്ഥയിലാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ റെയ്ഡുകൾ ഉള്ളത്. അതായത് ഈ റെയ്ഡുകളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഉന്നത നിലവാരമുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, കനത്ത
കനത്ത സുരക്ഷാ സാഹചര്യങ്ങൾ ഒരുക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു പ്രവർത്തിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ. അത്തരം അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ ഓരോ നിശ്ചിത ഇടവേളയിലും ഈ പറയുന്ന റെയ്ഡുകളുടെ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കും. അങ്ങനെ മാറ്റി സ്ഥാപിക്കുമ്പോൾ പഴയത് അവർ മറിച്ച് വിൽക്കാറുണ്ട്. അങ്ങനെ ആക്രി വിലയ്ക്ക് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ റെയ്ഡുകളുടെ കോമ്പണൻറ്റുകളായി ഫിറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും ഈ പറയുന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, അതായത് തമിഴ്നാട്ടിലെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉപേക്ഷിക്കുന്ന കമ്പോണൻറ്റുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന റെയ്ഡുകൾ, ആ റെയ്ഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ ഭാഗങ്ങൾ, ഇതൊക്കെ വാങ്ങിയ ബില്ലിൻ്റെ വിവരങ്ങളടക്കം അന്വേഷിക്കണമെന്നും തീർത്തും നിയമവിരുദ്ധമായിട്ടാണോ ഈ പാർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുമൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയരുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2-3 മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. 9 വയസ്സുകാരനായ ഒരു കുഞ്ഞ് ഈ ഹാപ്പി ലാൻഡിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിക്കാനിടയായിരുന്നു. ഈ കുഞ്ഞ് എങ്ങനെയാണ് അതീവ സുരക്ഷിതമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഈ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിക്കാനിടയായത്? ഈ കുഞ്ഞ് ആ കുളത്തിലേക്ക് വീഴുമ്പോൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള 10-ലധികം ആളുകൾ ആ കുളത്തിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്? ആ സ്വിമ്മിംഗ് പൂളിൽ അടക്കമുള്ള വലിയ സുരക്ഷാ വീഴ്ച, മരണക്കെണിയായി ഒരുക്കിയിരിക്കുന്ന റെയ്ഡുകൾ വാട്ടർ റെയ്ഡുകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ടുണ്ടായ അപകടത്തെക്കുറിച്ചോ വലിയ പത്രവാർത്തകളോ മാധ്യമ കവറേജുകളോ ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോഴും ഈ വാർത്ത ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 1-2 സമൂഹ മാധ്യമ പോസ്റ്റുകളല്ലാതെ വാർത്തകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതായത് അതീവ രഹസ്യമായി വാർത്തകളെല്ലാം ഓൺലൈൻ ഇടത്തിൽ നിന്നും സ്വീപ്പ് ചെയ്ത് മാറ്റപ്പെട്ടിരിക്കുന്നു. ഹാപ്പി ലാൻഡിനെ കുറിച്ച് ആരെങ്കിലും ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഒരു കാരണവശാലും ഈ കുട്ടി മരണപ്പെട്ട വിവരം പുറത്തു വരരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി അവിടെ പല ഇടപെടലുകളും നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ കുട്ടി മരിച്ചത് എങ്ങനെയാണ്, ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് വെമ്പായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ബാക്കി പത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കം, അതായത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന ആ മേഖല ഏത് പോലീസ് സ്റ്റേഷന് പരിധിയിലാണോ വരുന്നത് ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഈ ഗൂഢാലോചനയിൽ, അതായത് ഈ പാർക്ക് അനധികൃതമായി പ്രവർത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം വരുന്നത്, ഈ അപകടം നടന്നയുടൻ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വലിയ അപാകതയുണ്ടായി എന്നതാണ്. ആളുകളെ പരിക്കേറ്റാൽ, ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് തൊട്ടടുത്ത് ആംബുലൻസ് സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ പാർക്കിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഒമിനി വാനിൽ ആളുകളെ ഇങ്ങനെ കിടത്തിക്കൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പരിക്കേറ്റവരെ. അതുകൊണ്ടാണ് തലയ്ക്കടക്കം പരിക്കേറ്റവരെ, അതീവ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്നവരെ അടക്കം അശാസ്ത്രീയമായിട്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നൊരു ഗുരുതരമായ ആരോപണവും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപകടം നടന്നതിന് ശേഷവും പാർക്കിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാതെ ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നു. പാർക്ക് ഈ റൈഡ് ഒഴികെ നിർബാധം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത് അതീവ ഗുരുതരമായ കൂടുതൽ ആരോപണങ്ങൾ ഹാപ്പി ലാൻഡ് എന്ന മരണക്കെണിക്കെതിരെ ഉയരുന്നുണ്ട് എന്നാണ് സൂചന. ഈ കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് തലസ്ഥാന ജില്ലയിലും അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലുമുള്ള നിരവധി ആളുകൾ, നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളെല്ലാം ഈ മരണക്കെണിയായ ഹാപ്പി ലാൻഡിലേക്ക് എത്തുകയും റൈഡുകൾ ആസ്വദിച്ച് തിരികെ പോവുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ അനാസ്ഥ കാരണമുണ്ടായ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്ന് തന്നെ ഉറപ്പിക്കേണ്ടി വരും. ഇതുവരെ എന്തായാലും ആളപായമില്ല, പക്ഷേ 3-4 പേരുടെ നില ഗുരുതരമാണ് എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ വലിയൊരു അപകടം ഏതു നിമിഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പാർക്കിൽ എന്നാണ് ഈ അപകടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയധികം ആ ഉപകരണം വെൽഡിംഗ് പൊട്ടാറായ അവസ്ഥയിൽ എത്തിയിട്ട് പോലും ഒരു പരിശോധനയിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത് മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഏതാനും ചില പ്രവാസികൾ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പനി
കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഉടമസ്ഥർ. വലിയ രീതിയിൽ ഇവർ അധികൃതർക്ക് പണമൊഴുക്കിക്കൊണ്ട് അനധികൃതമായി ഈ പാർക്ക് നടത്തുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ പാർക്ക് നടത്തുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ഉയരുന്നത്. ഇതിനു മുമ്പ് പാർക്കിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണവും ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.